Welcome to Pack Up Party. You can bring your family, friends, boyfriend, girlfriends, amachay, apupan, ella. It's like a full-on family movie. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഇന്റർവ്യൂ ഇരിക്കാതെ നിന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിയിരുന്നു. ഒരുപാട് കാലമായില്ല ഇങ്ങനെ ഇരുന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നു. ഓരോ സീനിലും ഇങ്ങനെ കടുക് പൊട്ടിത്തെറിക്കും പോലെയാണ് ആക്ച്വലി സീൻസ് എല്ലാം മുന്നോട്ട് പോകുന്നത്. അയ്യോ ബാക്കി പറയാൻ പറ്റില്ല. സസ്പെൻസ് പൊളിയല്ലേ. നാളെ ഒരു വെബ് സീരീസിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ടീമിന് ഞങ്ങൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കുറെ നാളായിട്ട് ഞങ്ങള് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഈ ഫോൺ താഴെ വീഴുമ്പോ അയ്യോ നോക്കും, ഞാൻ വീഴുമ്പോ ചിരിക്കല്ലേ ഉള്ളൂ. അതാണ് Varvaini Aisha. ഹായ് ഗൈസ്, വെൽക്കം ടു പാക്ക് അപ്പ് പാർട്ടി. അപ്പം ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ഇരുന്നിട്ട് കുറേ ഫിലിം സ്റ്റാർസിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ പുതിയതായിട്ടൊരു സെഗ്മെൻറ്റ് കൊണ്ടുവരാണ്. അതാണ് പാക്കപ്പ് പാർട്ടി. നമ്മളിപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ, ഞാൻ ജനിക്കണൊക്കെ മുന്നേ ആയിരിക്കും എനിക്ക് തോന്നുന്നു, മാഗസീൻസിലൊക്കെയാണ് ഇന്ന് ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവാണ്, അതേപോലെ ഇന്ന ദിവസം ഇത് അവസാനിച്ചു, ഇന്ന് പാക്കപ്പാണ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പണ്ട് മാഗസീൻസിലേ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മളതിപ്പോൾ എവിടെയും കാണുന്നില്ല. ഒന്നും നമുക്കിപ്പം ജസ്റ്റ് ഒരു പടം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രമോഷന് പോകുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു, നമുക്ക് ഒരു പുതിയ സെഗ്മെൻറ്റ് അങ്ങോട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇപ്പം സെറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, അവരുടെ പാക്കപ്പാണ് ഇന്ന്. താനാരോ എന്നൊരു മൂവിയിലൂടെയാണ് നമ്മൾ തുടങ്ങാൻ പോണത്. ആ മൂവിയുടെ പാക്കപ്പാണ് ഇന്ന്. അപ്പം നമ്മൾ സെറ്റ് പോയിട്ട് അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതിൻ്റെ പാക്കപ്പ് നടുവട്ടത്താണ്. നടുവട്ടത്ത് ഒരു ഹോസ്പിറ്റൽ വെച്ചിട്ടുള്ള ഒരു സീനിലോട് കൂടിയാണ് ഇവർ പാക്കപ്പ് പറയാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ കാണുന്നത് എന്താ, ഹോസ്പിറ്റലിലെ സീൻസും അവിടെ പോയിട്ട് നമ്മളിപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടാൻ പോവാം. ഈ പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് 6 പേരെ ഫോക്കസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. സ്നേഹ ചേച്ചി, ചിന്നു ചേച്ചി, പിന്നെ ഷെയിൻ ടോം ചാക്കോ, അജു വർഗീസ്, അതുപോലെ ദീപ്തി സതി, പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ഈ 6 പേരാണ് ഇതിൻ്റെ മെയിൻ താരങ്ങൾ. അപ്പം ഞാൻ ഇവരെ പോയിട്ട് പരിചയപ്പെട്ടപ്പം ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര അടിപൊളി സ്ക്രിപ്റ്റാണ്, ഭയങ്കര ചിരിക്കാനുള്ള സ്ക്രിപ്റ്റാണ് എന്നൊക്കെ. അപ്പം ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററെ വെച്ച് നോക്കുമ്പോൾ റാഫി സാറാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പോൾ പറയാതിരിക്കാൻ വയ്യ, നമ്മളുടെ ചെറുപ്പം മുതലേ നമ്മൾ കാണുന്ന കോമഡി പടങ്ങൾ, ഈ പാണ്ടിപ്പട, അതേപോലെ തന്നെ തിളക്കം, പിന്നെ പഞ്ചാബി ഹൗസ്, അതേപോലത്തെ ഒരുപാട് കോമഡി പടങ്ങൾ നമ്മൾ ഇന്നും ഓർത്തിരിക്കുന്നതാണ്. ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയാണ് ഈ താനാര മൂവി റൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും ഒരുപാട് ചിരിക്കാനുണ്ടാവുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹായ് ചേട്ടാ. ഹലോ പൂർണിമ. ഓക്കെ, അപ്പൊ താൻ ആരാ, അതാണ് ഇപ്പത്തെ വിശേഷം. ഇന്ന് പാക്കപ്പ് ആവാണ്. ഇന്ന് പാക്കപ്പ് ആയി. പാക്കപ്പ് ആയിട്ടില്ലല്ലോ, കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ഇപ്പൊ എന്ത് തോന്നുന്നു എല്ലാ പരിപാടി കഴിഞ്ഞപ്പോ? സന്തോഷം. ഒരു സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേപ്പറിൽ അതിന്റെ തിരക്കഥ എഴുതി തുടങ്ങുന്ന സമയം തൊട്ട് അതിന്റെ റൈറ്റ് ചിന്തിച്ചു തുടങ്ങുന്ന വിഷ്വൽസ്, അത് ഓരോരോ ഡെവലപ്മെന്റ് സംഭവിച്ച അവസാനം നടന്മാർ വന്ന ക്യാരക്ടേഴ്സ് അഭിനയിച്ച് അതിൻ്റെ ഒരു ഹോൾ പ്രോസസ്സിലൂടെ കടന്നുപോയി. ഇനിയുണ്ട് കുറേ പ്രോസസ്സ്, പക്ഷെ എന്നാലും അതിൻ്റെ ഒരു 60% ജോലിയിൽ പൂർത്തിയാകുന്ന ഒരു ദിവസമാണ് പാക്കപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ 50% പോസ്റ്റ് പ്രൊഡക്ഷൻ ഈക്വലി തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് തീർച്ചയായിട്ടും ഒരു പകുതി വിജയത്തിലെത്തി നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം ഇതിൽ എന്തൊക്കെ ഒരു ക്യാരക്ടർ എന്താ ചെയ്യുന്നത്? പോലീസ് ക്യാരക്ടറാണ്. ഇത് ഭയങ്കര കൺഫ്യൂഷൻ ഹ്യൂമറാണ്. ഷൈൻ ചേട്ടനും വിഷ്ണു ഉണ്ണികൃഷ്ണനുമാണ് ലീഡ് ചെയ്യുന്നത്. ദീപ്തി സതി, ചിന്നു ചാന്ദിനി എന്ന് പറഞ്ഞ 2 ക്യാരക്ടേഴ്സ്, ഫീമെയിൽ. സ്നേഹ കരിക്കിലൂടെ ഒക്കെ വന്ന് സ്നേഹം 3 ക്യാരക്ടേഴ്സാണ് ഇവർ പ്ലേ ചെയ്യുന്നത്. ഇവരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷനാണ്. എനിക്കൊന്ന് 1 ദിവസത്തിൽ 1-2 ദിവസത്തിൽ നടക്കുന്ന കഥയാണ്. എൻ്റെ ക്യാരക്ടർ വരുന്നത് ഒരു ക്യാരക്ടറാണ്, ഫ്യൂ സീൻസേ ഉള്ളൂ.
പക്ഷെ എന്നാലും അതിന്റെ ഇടയിലോട്ട് വന്ന് വീണ്ടും കുളവാക്കുന്ന ഒരു ക്യാരക്ടർ. ഓക്കെ, അപ്പൊ കോമഡി ക്യാരക്ടർ ആണോ സീരിയസ് ആണോ? സീരിയസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പക്ഷെ അത് ഹ്യൂമർ ആയിരിക്കാൻ ചിലപ്പോൾ ഔട്ട്പുട്ട് വരുമ്പോൾ വരേണ്ടത്. അങ്ങനെ അല്ല, അതൊക്കെ എനിക്കും അതിന്റെ പാറ്റേൺ അറിയില്ല, ഞാൻ ഫുൾ കഥ അങ്ങനെ കേൾക്കാറില്ല. ഓക്കെ, അപ്പൊ എന്തായാലും അജയന്റെ മെയിൻ ആയിട്ട് പറയാച്ച നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ട് വെബ് സീരീസ് ഇറങ്ങണു, അതില് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണു, അത് വൻ ഹിറ്റ് ആവണു. അപ്പം ഈ ഒരു സംഭവം കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇങ്ങനെ വെബ് സീരീസ് എന്ന സാധനങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പം ഓഡിയൻസ് അത് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു മൈൻഡില്? തീർച്ചയായിട്ടും നമുക്ക് പ്ലാറ്റ്ഫോം വൈസ് അത് പുതിയതാണല്ലോ, സിനിമയും സീരിയലും പിന്നെ ഒരു പരിധിവരെ ഷോർട്ട് ഫിലിംസും ഉള്ളല്ലോ ഇവിടെ പരിചിതമായി നിന്നിരുന്നു. ആ സമയത്തേക്ക് OTT-യിലൂടെ അതും ഒരു മേജർ പ്ലാറ്റ്ഫോമിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരേ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്, നാളെ ഒരു വെബ് സീരീസിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ടീമിന് ഞങ്ങൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഗുണമുണ്ടായില്ലെങ്കിലും. അതേ ഉള്ളായിരുന്നു ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ സെറ്റ് ചെയ്തൊരു ബെഞ്ച് മാർക്ക്. ഇത് ഈ ഒരു പുതിയ ഒരു വഴി അടഞ്ഞു പോകരുത്. അതെ, പിന്നെ സിനിമയിലോട്ട് ആദ്യം വരുമ്പോഴായാലും കുറെ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യണു, പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് സീരിയസ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ആക്ച്വലി ചേട്ടന് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ ഏത് ക്യാരക്ടറാണ്? അങ്ങനെ പറയാൻ പറ്റില്ല, സിനിമയുടെ ടോട്ടാലിറ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏത് ക്യാരക്ടറെന്നേ ഉള്ളൂ. അങ്ങനെ ഹ്യൂമറെന്നോ ഇതൊന്നും നമുക്ക് എടുത്തു പറയാൻ ബുദ്ധിമുട്ടാണ് പറയാൻ. കാര്യം അവരാണല്ലോ ചൂസ് ചെയ്യുന്നത്, നമ്മളല്ല ചൂസ് ചെയ്യുന്നത്. പലപ്പോഴും റൈറ്റേഴ്സ് ആണ്, ഡയറക്ടേഴ്സ് ആണ് നമ്മളെ ചൂസ് ചെയ്യുന്നത്. സോ അതിലെന്തെങ്കിലും ഒരു വേരിയേഷൻസ് അവർക്ക് തോന്നിപ്പിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ അറ്റംപ്റ്റ്സ് ആണ് ഇതൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും താനാര അടിപൊളിയായിട്ട് പോട്ടെ. പ്രേക്ഷകരുടെ അടുത്ത് ആ മൂവിനെ പറ്റിയിട്ട് രണ്ടു എപ്പോഴും പറയുന്നത് തന്നെ, അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വളരെ ഫ്രാങ്ക് ആയിട്ടും ബ്ലണ്ട് ആയിട്ടും തന്നെ ക്രിട്ടിസൈസ് ചെയ്യുക. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. ആണല്ലേ? ബാഡ് റിവ്യൂസ് ഒക്കെ കാണാറുണ്ടോ? ബാഡ് റിവ്യൂസ് എന്നല്ല, റിവ്യൂസ് വരുന്നത് കാണാറുണ്ട്, ബാഡാണെങ്കിൽ ഗുഡ് ആണെങ്കിൽ. അപ്പൊ അങ്ങനെ അത് കാണുമ്പോ എന്താ ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും തോന്നും? അങ്ങനെ തോന്നാറൊന്നുമില്ല അല്ലെ? ഓക്കെ, ഫൈൻ. അപ്പൊ എന്തായാലും ഈ പടം അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹായ് ചേച്ചി. ഹായ്. ഇപ്പൊ താനാര മൂവിയുടെ പാക്കപ്പ് ആണ് ഇന്ന്. അപ്പം ഇന്ന് എന്താ തോന്നുന്നത്? ഇത് കഴിയാണ് എല്ലാ സംഭവങ്ങളും? ഒരുപാട് മിക്സ് ഫീലിങ്സ് ആണ്. ഹാപ്പിയാണ്, കാരണം പെട്ടെന്ന് ഇത് തിയേറ്റേഴ്സിൽ വരും. പക്ഷേ ഐ ആം ഓൾസോ വെരി സാഡ് ബിക്കോസ് ഐ വിൽ നോട്ട് ഗെറ്റ് ടു മീറ്റ് ടീം ക്രൂ. കാരണം താനാര ഒരു കംപ്ലീറ്റ് കോമഡി പടമാണ്. സോ നമ്മുടെ സെറ്റിൽ അങ്ങനെ ഒരു വൈബ് ഉണ്ടായിരുന്നു. സോ ഐ വിൽ മിസ് ദാറ്റ്. ബട്ട് ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് ബിക്കോസ് പ്രേക്ഷകർക്ക് പെട്ടെന്ന് ഈ മൂവി കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ചേച്ചി ചെയ്യുന്ന ക്യാരക്ടർ എന്താ അതില്? എൻ്റെ ക്യാരക്ടറുടെ പേര് ശ്രദ്ധ ആണ്. ആൻഡ് ഇതൊരു മോഡേൺ ഗേൾ ആണ്. ആൻഡ് ഒരു അവരുടെ നേച്ചർ ഇസ് വെരി ഒരു അൺപ്രിഡിക്റ്റബിൾ നേച്ചറാണ്, വിച്ച് ഐ തിങ്ക് ഇസ് മോസ്റ്റ്ലി പ്രിവേലൻറ്റ് ഇപ്പം വിത്ത് ദ പീപ്പിൾ ആൻഡ് ദ യൂത്ത് ഓഫ് അവർ കൺട്രി. സോ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ബട്ട് ഷീ ഈസ് വെരി ഗുഡ് ബൈ ഹാർട്ട്. ആൻഡ് ചില കാര്യങ്ങൾ മൂവിയിലുണ്ടായിരുന്നു, സിറ്റുവേഷൻ ഇൻ വിച്ച് ഷീ ഫാൾസ് ഇൻ ടു ആൻഡ് ഒരുപാട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ആവുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫൺ പാർട്ട് അബൌട്ട് ദിസ് ക്യാരക്ടർ. ആൻഡ് ഓൾസോ ദിസ് ക്യാരക്ടർ ഈസ് എ സിംഗർ ആൻഡ് എ ഡാൻസർ, ജസ്റ്റ് ലൈക്ക് മീ in real life. So കുറച്ചൊക്കെ റിയൽ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറെ കിട്ടിയിട്ടുള്ളത്. ഈ കഴിവ് ഉണ്ടല്ലോ അതില്, സ്വഭാവത്തില് ഡിഫറെന്റ് ആണ് ഓണസ്റ്റ്ലി. ബട്ട് യാ, ടാലന്റ് ഉള്ള ഡാൻസർ, സിംഗർ, യെസ്, അത് സിമിലാരിറ്റീസ് ഉണ്ട്. ഓക്കെ ഓക്കെ. എനിക്ക് ആദ്യമായിട്ടൊരു വിശേഷം ചോദിക്കാതെ പേളിമാണി ചേച്ചിനെ പോയി കണ്ടായിരുന്നു. യെസ്, കണ്ടോ? കൊച്ചു വാവേനെ കണ്ടോ? അതെ അതെ, ഞാൻ കണ്ടു. അതെ അല്ലേ? എന്നാ പോയത്? കൊച്ചു വാവ ലുക്സ് ജസ്റ്റ് ലൈക്ക് നില. വെൻ നില അത്ര സ്മോൾ ആണ് ആ സമയത്ത്, നില ഓൾസോ സെയിം ഷി വാസ് ലുക്കിംഗ്, ആൻഡ് ഇറ്റ്സ് എ ഗേൾ ഓൾസോ. സോ ചിലപ്പം ദേ മേ ലുക്ക് സിമിലർ, പക്ഷെ അറിയില്ല. നൗ ദ ബേബി ഈസ് ടു സ്മോൾ, സോ വി കാൺട്ട് സേ. ബട്ട് വെരി ക്യൂട്ട്, എല്ലാം ഓക്കെയാണ്, ആൻഡ് ഫൺ ടൈംസ്. യെസ്, നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക എപ്പോഴും ചേച്ചി ഇനി വ്ളോഗ് ഇടുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞു, മെയിൻ എസ്പെഷ്യലി ചേച്ചിനെ കിട്ടിക്കഴിഞ്ഞാൽ ചോദിക്കാനുള്ള മെയിൻ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അതെ അതെ അതെ. പക്ഷെ ഇപ്പൊ ബേബി ഒരുപാട് സ്മോൾ ആണ്, അത് കാരണം തോന്നുന്നു അധികം ഫോട്ടോസ് ഒന്നും ഇടുന്നില്ല. ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പൊ എന്തായാലും താനാര മൂവി വരാൻ പോവാണ്. അപ്പം പ്രേക്ഷകരുടെ അടുത്ത് എന്താ പറയാനുള്ളത് ഇതിനെ പറ്റിയിട്ട്? എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ദാറ്റ് ഇതൊരു ഫൺ കമേഴ്ഷ്യൽ മൂവിയാണ്,
full of comedy, full of situational comedies. And ഇത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു കോമഡി സിനിമ അറ്റംപ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാവർക്കും whoever knows me personally അവർക്ക് അറിയാം അവർ പറയുന്നുണ്ട്, എനിക്കറിയില്ല, that I'm a little funny. So hopefully I know but hopefully ഈ മൂവി in the medium I can make people laugh and entertain people. So അതാണ് മെയിൻ ഉദ്ദേശം. Of course ഒരു ലെസൺ ഉണ്ട്, ഒരു സ്റ്റോറി ഉണ്ട്, അതെല്ലാം ഉണ്ട്. But the main part is it's fun, it's an entertaining movie. You can bring your family, friends, boyfriend, girlfriends, amachay, Apupan, ella. It's like a full-on family movie, which you guys will definitely enjoy, and I can't wait for you guys to see it. Also, I want to say a huge thanks to Rafi sir and Haridas sir, number director, writer, and the entire AD team, of course, and the co-actors. Shine Tom Chaco, Aju Varghese, Chinu, Sneha, and Vishnu Jara. So it was a fun experience, and our fun vibe ningalku honestly screen la കാണാൻ പറ്റും. And I really hope you guys like it. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടമാവും. But yes, fingers crossed. ഷെയിൻ ചേട്ടനായിട്ടുള്ള കോംബോ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാടുണ്ട്. അതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിക്കാരനായിട്ട് അഭിനയിക്കുമ്പോ? ഫസ്റ്റ് ഞാൻ കുറച്ച് എങ്ങനെ പറയാം, നെർവസ് ഉണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഷൈൻ ചേട്ടൻ്റെ ഇൻറ്ററാക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഷൈൻ ചേട്ടൻ ഇസ് വെരി ചിൽ, വെരി കൂൾ, ഫുൾ ഓഫ് എനർജി, ഫണി തന്നെയാണ്. സോ ഐ തിങ്ക് ദ കോമ്പിനേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ എല്ലാം ഒരു നന്നായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഐ കാൺട്ട് വെയിറ്റ് ഫോർ പീപ്പിൾ ടു വാച്ച് ഇറ്റ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. പാട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അതെ അതെ, പാടണോ? മുത്തുച്ചുപ്പി പോലൊരു കത്തിനുന്നിൽ വന്നു കിന്നാര കിന്നറിച്ച് പാടുന്നു രാഗം. പിന്നെ മൂടൽ പല്ലിൽ കൂടി കനവുകളിൽ വരുവായി നീ ആയിഷ. മലയാളം പാട്ട് കുറെ കേൾക്കാറുണ്ടോ? യെസ്, ഐ ലവ് മലയാളം. ഇതൊക്കെ ഇങ്ങനെ പഠിക്കണ ഇത് എന്നിട്ട് കേട്ട് 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 പഠിക്കും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു പൂർണിമ, താങ്ക് യു. ഇപ്പം താനാരാ മൂവിയുടെ പാക്കപ്പ് ആണെന്ന്, അപ്പൊ എന്താ തോന്നുന്നു? വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാ സിനിമയുടെയും പാക്കപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് നാളത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് ഒരു സിനിമ സംഭവിക്കുന്നത് പോലും. അപ്പം അത് ഭംഗിയായിട്ട് തീർക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്, ഓരോ സിനിമാ പ്രവർത്തകരുടെയും അല്ലേ. അപ്പോൾ ഒരു സിനിമ ഭംഗിയായി അവസാനിച്ചു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് താനാരയുടെ ഷൂട്ട് ഇവിടെ കഴിയുകയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഈ ഒരു കുറച്ച് മാസത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഈ പടത്തില്? അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഇത് എന്താ പറയുക, ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമറുള്ള, ഇത്തിരി ലൗഡായിട്ട് തന്നെ പ്ലേ ചെയ്യാവുന്ന അങ്ങനത്തെ ഒരു സിനിമയാണ്. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങളൊക്കെ ഇതുവരെ ഇപ്പം ഞാനാണെങ്കിലും ഷൈൻ ചേട്ടനാണെങ്കിലും അജു ചേട്ടനാണെങ്കിലും ഇതിൽ അഭിനയിച്ചിട്ടുള്ള ദീപ്തി സതി, നമ്മുടെ ചിന്നു, ഇവരൊക്കെ, സ്നേഹ, അവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ആണെങ്കിലും ഞങ്ങൾ ആരും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു സിനിമയാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും. അപ്പൊ ചേട്ടന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഒന്ന് ചെറുതാക്കി എന്തെങ്കിലും ഒന്ന് പറയൂ. എൻ്റെ ക്യാരക്ടർ നന്ദൻ എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ അയ്യോ ബാക്കി പറയാൻ പറ്റില്ല, സസ്പെൻസ് പൊളിയല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊരു നല്ലൊരു ഇതാവട്ടെ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ കുറെ ഇപ്പൊ പടങ്ങൾ, ചേട്ടൻ ഒരുപാട് പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പം ആ ഏതെങ്കിലും പടം കണ്ടിട്ട് ഓ ഇത് ചെയ്യണ്ടായിരുന്നു ഈ റോള്, എങ്ങനെയെങ്കിലും ഏതെങ്കിലും റോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മള് ചില സിനിമകൾ സ്വീകരിക്കപ്പെടാതിരിക്കുമ്പോൾ നമുക്ക് വിഷമമൊക്കെ തോന്നും, സ്വാഭാവികമാണ്. പിന്നെ നമുക്ക് ഷൂട്ട് തുടങ്ങുമ്പോഴേ മനസ്സിലാവും, ഓരോ ചില സിനിമകൾ നമുക്ക് ഷൂട്ട് തുടങ്ങുമ്പോൾ മനസ്സിലാവും, അയ്യോ ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല ഈ സിനിമ എടുക്കുന്നത്. അപ്പൊ തുടങ്ങി നമുക്ക് അതിന്റെ എന്താ പറയാ, പിന്നെ ഓരോ എന്താ പറയാ, ഫിലിം മേക്കേഴ്സിനും ഓരോ ഐഡിയോളജി ആയിരിക്കും. അവർ കൺസീവ് ചെയ്തിരിക്കുന്നത് ഓരോന്നിനും വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ തന്നോടൊരു കഥ പറഞ്ഞാൽ തന്റെ മനസ്സിൽ വരുന്ന വിഷ്വൽ അല്ല ഞാൻ പറയുന്ന വിഷ്വൽ, തീർച്ചയായിട്ടും. അപ്പൊ എന്ന് പറഞ്ഞുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. താനാര പക്ഷെ ഭയങ്കര ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത സിനിമയാണ് ഇത്.
തിയേറ്ററിൽ കാണാൻ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പറഞ്ഞു എല്ലാവരും അതെ, അതെ, ഫണ്ണായിട്ടുള്ള മൂവിയാണ് എന്നിട്ട് തീർച്ചയായിട്ടും ഇതുവരെ അഭിനയിച്ച പടങ്ങളിൽ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു മൂവി അതാ. അങ്ങനെ വെച്ചാ കുറെ പടത്തിന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വെടിക്കെട്ടിന് ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞാണ്. ഒബ്വിയസ്ലി കട്ടപ്പനയുള്ള പക്ഷെ എല്ലാവരും പറയാറുണ്ട്. സഭാഷ് ഇപ്പോഴും തന്നെ ഒരുപാട് പേര് സഹോ എന്നൊക്കെ വിളിക്കണതും കട്ടപ്പന പോണു എന്നൊക്കെ പറയണെന്ന് പറഞ്ഞാൽ ആ സിനിമയും ആ കഥാപാത്രവും ആളുകൾക്ക് അത്രയും കണക്റ്റ് ആയി എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ സഭാഷ് ചന്ദ്രബോസിലെ ഇത് എല്ലാവരും ഒരുപാട് പേര് പറയാറുണ്ട്. എന്താ പറയാ, കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ നമ്മള് റെസ്പെക്ട് ചെയ്യുന്ന ഫിലിം മേക്കേഴ്സ് ഉള്ള ആൾക്കാരുണ്ട്. ആ മേഖലയിൽ നിന്ന് ഉള്ളവരുടെ ഇതാണ് ഞാൻ പറഞ്ഞത്. അവരൊക്കെ ഈ പറഞ്ഞ പോലെ സഭാഷ് ചന്ദ്രബോസും ഇതൊക്കെ വെടിക്കെട്ടിനും ഒക്കെ ആസ് ആൻ ആക്ടർ എന്നുള്ള നിലക്ക് എടുത്തു പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഫസ്റ്റ് ഫാൻ റെക്കഗ്നിഷൻ ഓർമ്മയുണ്ടോ? പടത്തിലൊക്കെ വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് ഫാൻ അയ്യോ ചേട്ടനല്ലേ എന്നൊക്കെ ചോദിച്ചത് ഏതെങ്കിലും അവരുടെ ഓർമ്മ ഉണ്ടോ? അത് അല്ല, ഞാൻ ചെറുപ്പം തുടങ്ങിയ സ്റ്റാർ ആയിരുന്നതുകൊണ്ട് അതുകൊണ്ട് ഓർമ്മയില്ലാത്ത കാലം പോലെ ആൾക്കാരെ. അല്ല, ഞാൻ സ്കൂളിലൊക്കെ തുടങ്ങി മിമിക്രി ഒക്കെ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ അന്ന് തുടങ്ങിയ സ്കൂളിലൊക്കെ എല്ലാവർക്കും എന്നെ അറിയാം. അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്. പിന്നെ ഞാൻ കോളേജിൽ ചെല്ലുമ്പോഴാണെങ്കിലും അപ്പോഴും ഞാൻ ഓൾറെഡി സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അപ്പോഴേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരൊക്കെ തിരിച്ചറിയാറുണ്ട്. പിന്നെ എന്നെ പെട്ടെന്ന് കണ്ട ഇവ മറ്റവരല്ലേ ഇത് തോന്നണം, പെട്ടെന്ന് തിരിച്ചറിയണ ഒരു മുഖമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അറിയാറുണ്ട്, അങ്ങനെ തോന്നുന്നു എല്ലാവർക്കും. പിന്നെ കട്ടപ്പനയൊക്കെ വന്നതിന് ശേഷം ഒരുപാട് പേര് തിരിച്ചറിയും. ഓക്കെ, അപ്പൊ എന്തായാലും താനാര മൂവി അടിപൊളിയാവട്ടെ. ഫാൻസിന്റെ അടുത്ത് അല്ലെങ്കിൽ ഓഡിയൻസിന്റെ അടുത്ത് എന്താണ് പറയാനുള്ളത് ആ മൂവിനെ പറ്റിയിട്ട്? തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് താനാര. നമ്മൾ കണ്ടുവരുന്ന സിനിമകളിൽ നിന്ന് ഒരു വ്യത്യാസമുള്ള ഒരു സിനിമയായിരിക്കും. ചിരിക്കാനുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു. ഹലോ ചേട്ടാ, താനാര മൂവിയുടെ അതിന്റെ പാക്കപ്പ് ആയി. ഇപ്പൊ എന്താ തോന്നുന്നത്? ഇപ്പോ കുറെ കാലത്തിന് ശേഷം ഫുൾ, അതായത് നമ്മള് ഞാനൊക്കെ പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണരാമൻ അല്ലെങ്കിൽ നമ്മുടെ തെങ്കാശിപട്ടണം അങ്ങനത്തെ ചിത്രങ്ങള്, പഞ്ചാബി ഹൗസ് അങ്ങനത്തെ ചിത്രങ്ങൾ ചെയ്തിരുന്ന റാഫി ഷാഫി കട ടീമുണ്ട്. നമ്മുടെ സിദ്ദിഖയുടെ തലമുറക്കാര് റാഫി മക്കാട്ടിൻ, ഷാഫിക്ക, റാഫിക്ക. അപ്പോൾ ഇവരുടെയൊക്കെ മേൽനോട്ടത്തിൽ നമ്മുടെ ഹരിദാസിനെ അറിയാലോ. ഹരിദാസ് സാറ് ഇന്ദ്രപ്രസ്ഥം പോലെയുള്ള അന്നത്തെ ഹൈടെക് സിനിമകൾ ചെയ്തിട്ടുള്ള ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടി. അപ്പോൾ സാറിൻ്റെ ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടി ടൈപ്പ് ഹ്യൂമർ അല്ല. ക്യാരക്ടേഴ്സ് നമ്മളുടെ കൺഫ്യൂഷൻസ്, അല്ലെങ്കിൽ നമ്മൾ ആൾമാറാട്ടം കളിക്കില്ലേ, ക്യാരക്ടേഴ്സിന് മുന്നിൽ നിന്നിട്ടുണ്ട്, അങ്ങനത്തെ ടൈപ്പ് പടമാണ്. നമ്മൾ പടം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനത്തെ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല അങ്ങനെ ചിത്രങ്ങൾ. ഇതില് ഫണ്ണാണ് മൊത്തം. നമ്മളത് ഫണ്ണായിട്ടാണ്, കുറച്ച് കാരിക്കേച്ചർ ആയിട്ടാണ് ചെയ്യുന്നത്. ഔട്ട് ആൻഡ് ഔട്ട് ഫണ്ണാണ്, സീരിയസ് ഇഷ്യൂ ആണ്. ഈ സ്ക്രിപ്റ്റ് തന്നിട്ട് ചേട്ടാ അതിൽ കുറെ ഇംപ്രവൈസേഷൻ നടത്തിയിട്ട് ചേട്ടന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരാളുടെ ഭാഗത്തുനിന്നായിട്ട് ഒരു ഇംപ്രവൈസേഷൻ നടക്കില്ല. ഞാനിപ്പോ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് കൗണ്ടർ തരിക ചെയ്യുമ്പോൾ മാത്രമാണല്ലോ ഇംപ്രവൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഇതൊരാളുടെ മാത്രമല്ലല്ലോ, എല്ലാവരും കൂടി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഇംപ്രവൈസേഷൻസ് ഒരുപാട് നടന്നിട്ടുണ്ട്. കാരണം ഇത് അങ്ങനെ ഒരു ബോയിങ് ടൈപ്പ് സാധനമാണ്. അപ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തിയേറ്ററിൽ എന്തായാലും ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ചിത്രമാണ്. അപ്പോൾ തിയേറ്ററിൽ എന്തായാലും മിസ് ചെയ്യരുത് ഈ ചിത്രം താനാര. ഞാനൊരു കാര്യം, ചേട്ടൻ ഇപ്പൊ ചില ഇന്റർവ്യൂലൊക്കെ പെട്ടെന്ന് ഇടയിൽ നിന്ന് എണീച്ച് പോകണു അങ്ങനെയൊക്കെ. അപ്പൊ ഇങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് അങ്ങനെ പോവാറുണ്ടാവും? അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പോകേണ്ട കാര്യമില്ലല്ലോ. കാരണം അഭിനയിക്കുന്നത് ഒരു ഡയറക്ടർ ഉണ്ട്, അതിനൊരു കഥയുണ്ട്, അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടാണല്ലോ പെരുമാറേണ്ടതും. പിന്നെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷൻ പരമായിട്ടുള്ള സ്പേസ് ആണ്. ഇന്റർവ്യൂ പ്രൊഫഷൻ്റെ ഭാഗം മാത്രമാണ്. ഇന്റർവ്യൂസിന് വേണ്ടിയിട്ടല്ല നമ്മളിവിടെ വരുന്നത്. പിന്നെ ഇന്റർവ്യൂസിന് എഴുന്നേറ്റ് പോകുന്നത് അതിൽ തമ്മിലുള്ള ആശയപരമായിട്ടുള്ള പോവാത്തത് കൊണ്ടും, പിന്നെ
എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോവൂലേ? ദേഷ്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞ് പോവാറില്ല. ഇന്റർവ്യൂസ് നമുക്ക് അവിടെ നിന്ന് പോകാനല്ലേ പറ്റുള്ളൂ, ഇപ്പൊ എഴുന്നേറ്റ് പോകാനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ഈ ഇന്റർവ്യൂ ഇരിക്കാതെ നിന്നുകൊണ്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എണീറ്റ് പോകാൻ പറ്റില്ലല്ലോ. പോകാൻ പറ്റില്ലല്ലോ, ഇപ്പാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ മതിയല്ലോ. ഇപ്പൊ ഇത് ഓട്ടത്തിലേക്ക് പോക്കാണോ? അതുകൊണ്ട് തന്നെ ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിയതും ഒരുപാട് കാലമായില്ല ഇങ്ങനെ ഇരുന്ന് ഇന്റർവ്യൂ എടുക്കുന്നു. അപ്പൊ ഈ ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാർക്ക് ഒരു എക്സസൈസ് ആയിക്കോട്ടെ. ഓക്കെ, ഇപ്പൊ അവിടെ ഫോണിന് അടുത്ത് വലിച്ചെറിഞ്ഞല്ലോ, അത് ആരുടെ ഫോണായിരുന്നു? വലിച്ചെറിയല്ലോ ഇങ്ങനെ തിരിച്ച് പിടിച്ചു, ക്യാച്ച് ചെയ്യുന്നതല്ല. അതെങ്ങാനും പിടിക്കാൻ പറ്റിയില്ലെങ്കിലോ? അത് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേൾഡ് കപ്പ് കിട്ടേണ്ട ഒരു ക്യാച്ച് മിസ്സാക്കണ പോലെ ഒന്നും ഇല്ലല്ലോ. ആരുടെയോ ഫോണല്ലേ അത്? ആരുടെ ഫോണാണെങ്കിലും മനുഷ്യന്മാരെ വലിച്ചെറിയുന്നില്ല ഇങ്ങനെ, ഇല്ലേ? ഇപ്പൊ CBI ഡയറക്ടറിന്റെ ഒരു കഥ എന്താ, ഒരു കൊച്ചിനെ എടുത്ത് വലിച്ചെറിഞ്ഞല്ലേ മോളിന്ന്, അതിന്റെ ഡമ്മിയൊക്കെ ഇട്ട് ഓർമ്മയില്ലേ? അതേപോലെ ഒന്നും ഇല്ലല്ലോ. ഫോണല്ലേ പോട്ടെ എന്നുള്ളതല്ല, മനുഷ്യൻ വീഴുമ്പോ പോലും ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഈ ഫോൺ താഴെ വീഴുമ്പോ അയ്യോ നോക്കും, ഞാൻ വീഴുമ്പോ ചിരിക്കല്ലേ ഉള്ളൂ. അതാണ്. അപ്പോ യന്ത്രങ്ങളെക്കാളും അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്യുപ്മെന്റിനെക്കാളും വലുതാണ് മനുഷ്യൻ എന്ന് നമുക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ചിന്തിക്കുന്നവർക്ക്, അതെ, ചിന്തിക്കുന്നവർക്ക് ഇത്രേ. ചേട്ടൻ കുറെ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്, കുറെ റിവ്യൂസ് കാണുന്നുണ്ട്, മിക്സ് ആയിട്ട് റിവ്യൂസ്. അപ്പൊ ഈ പൊട്ട കാര്യങ്ങളൊക്കെ മീൻസ് ബാഡ് ആയിട്ട് എന്തെങ്കിലും റിവ്യൂ കാണുമ്പോ എന്തെങ്കിലും തോന്നാറുണ്ടോ? ബാഡ് ആയിട്ടുള്ള റിവ്യൂസ് അല്ല, അതിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ എന്ന് പറയുന്നത് അതിനെ നമ്മൾ കയറി മുറിച്ച് അനലൈസ് ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ. അതൊരിക്കലും ബാഡും ഗുഡും അല്ല. അത് ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള അയാൾക്ക് വ്യക്തമാക്കേണ്ട അല്ലെങ്കിൽ അയാൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള അയാൾക്ക് മനസ്സിലാക്കപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളൂ. അതിൽ നമുക്ക് ചില സമയങ്ങളിൽ സുഖകരമായതായിരിക്കാം, ചിലപ്പോൾ അസുഖകരമായിരിക്കാം. എന്നാൽ റിവ്യൂ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒരെണ്ണത്തിന് അനലൈസ് ചെയ്യുന്ന സാധനമാണ്, അല്ലെങ്കിൽ മാർക്ക് ഇടുന്ന പോലത്തെ ഒരു പരിപാടി. റിയാക്ട് ചെയ്യാൻ പോകാറുണ്ട്, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെ ചോദിച്ചിട്ട്? നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റിവ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതെങ്ങനെ പറഞ്ഞേ, അതെങ്ങനെ ചെയ്ത് ചോദിക്കാറുണ്ടെങ്കിലും നമ്മൾ അവിടെ അടുത്ത് പോയിട്ട് അങ്ങനെ റിയാക്ട് ചെയ്യാറില്ല. അവര് ആശയപരമായിട്ടുള്ള തർക്കങ്ങളല്ലേ മനുഷ്യർ തമ്മിൽ ഉണ്ടാവുള്ളൂ, വ്യക്തികൾ തമ്മിലാവരുത്. ആരെങ്കിലും നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടോ? നേരിട്ട് നമ്മുടെ കൂട്ടുകാരും നമ്മുടെ അടുത്തുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, നേരിട്ട് പറയാറുണ്ട്. അപ്പൊ അവരോട് എന്താ പറയാറ്? അപ്പൊ അവരോടും നമ്മളൊന്നും പറയാറില്ല, കാരണം അവര് കറക്റ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും പറയണത്. കറക്റ്റ് ആയിട്ട് കാര്യം പറയണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ചില സമയങ്ങളിൽ തോന്നും, ചില സമയങ്ങളിൽ തോന്നില്ല. കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും ഇന്ന് പാക്കപ്പ് ആയി. ഇവിടെ മിസ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ മിസ് ചെയ്യുന്നത് നമ്മുടെ ശരിക്കുള്ള ഇതിന്റെ ഒരു ലൊക്കേഷൻ ഉണ്ട്, ആ ലൊക്കേഷൻ മിസ് ചെയ്യുന്നുണ്ട്. ആണല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, കുറച്ചു നേരം സംസാരിക്കാൻ പറ്റിയത്. ഹായ് ചേച്ചി. ഹായ്. അപ്പം ഇത് നല്ല കഴിഞ്ഞാൽ പാക്കപ്പ് പാർട്ടിയാണ്, ഇന്ന് പാക്കപ്പ് ആണല്ലോ. അതെ. അപ്പം നമ്മൾ പണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ കണ്ടുവന്നത്, അപ്പൊ നമ്മൾ അതൊന്ന് കുത്തിപ്പൊക്കാന്ന് വിചാരിച്ചു. അപ്പം എന്താണ് ഈ സിനിമയെ പറ്റി ഒന്ന് ബ്രീഫ് ആയിട്ടൊന്ന് പറയാൻ വന്നിട്ടുണ്ടായിരുന്നു? ഇത് ഒരു 6 പേരടങ്ങുന്ന ഒരു ഓൺസോമ്പിൾ കോമഡി മൂവിയാണ്. അപ്പം ഒരു വീട്, ആ വീട്ടിനകത്ത് പല സാഹചര്യങ്ങളാൽ എത്തിച്ചേരുന്ന 6 പേര്, അങ്ങനെ അവരും ആ സംഭവങ്ങളും അതും ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് താനാരാ പറയുന്നത്. ഓക്കെ, അപ്പൊ ചേച്ചിയുടെ ക്യാരക്ടർ എന്താ അതില്? ഇതിൽ ഞാൻ ഷൈൻ ചേട്ടൻ്റെ പേരായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ പ്ലേ ചെയ്യുന്ന. ഒരു അത്യാവശ്യം ഒരു സോഷ്യലൈറ്റ് ആയിട്ടുള്ളൊരു ഒരു വനിത, അതാണ് എൻ്റെ ക്യാരക്ടർ. ഷൈൻ ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഷൈൻ ചേട്ടൻ്റെ കൂടുതൽ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ? ഷൈൻ ചേട്ടൻ ആക്ച്വലി ഒരു ലൈവ് വയറാണ്. നമ്മൾ സെറ്റിൽ അദ്ദേഹം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഓടുന്നു, എല്ലാം സീന് പലപ്പോഴും നമ്മൾ സീൻ ചെയ്യുമ്പോൾ അതേ ഒരുപാട് ഇംപ്രവൈസ് ചെയ്യും. അപ്പം ആസ് എൻ ആക്ടർ നമ്മൾ ഇതാണ് ചെയ്യാൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടെങ്കിൽ ഷൈൻ ചേട്ടൻ അങ്ങോട്ട് ഓടും. അപ്പൊ നമ്മളും അതിന് റിയാക്ട് ചെയ്യണം. അപ്പൊ ചില സമയം അത് ആ സീനിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റക്കായി പോയിട്ടുണ്ടോ? അത് എന്താ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്? ഇതുവരെ അങ്ങനത്തെ ഒന്നും അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടില്ല. ആ സീനുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് കൊണ്ടുവരാവുന്ന എസെൻട്രിസിറ്റീസ് മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്, അല്ലാണ്ട് ഒട്ടും ബന്ധമില്ലാത്ത കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ചെയ്തതൊക്കെ ആ സീനിനെ കുറച്ചും കൂടെ ഒന്ന് ലൗഡർ ആക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അത് പെട്ടെന്ന് നമുക്കൊരു സെക്കൻഡ് അടിക്കണം, നമ്മൾ ആസ് എൻ ആക്ടർ യു റിയാക്ട് ടു ഇറ്റ്. അപ്പം അങ്ങനെ നല്ലതായിരുന്നു. ഓക്കെ, അപ്പം കുറെ ആയോ ഇതിന്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്? എത്ര കാലമായി? നമ്മൾ ആക്ച്വലി ഏപ്രിൽ മെയ് കുറച്ച് 20-30 ഡേയ്സോളം ഷൂട്ട് ഉണ്ടായിരുന്നു. ടുഡേസ് ലാസ്റ്റ് ഡേ, ക്ലൈമാക്സ് ടെയിൽ എൻഡ് ആണ് ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്.
എങ്ങനെയുണ്ട് ഇപ്പൊ ഇന്ന് പാക്കപ്പ് ആവാൻ പോവാണ് ഈ ഒരു ഇത് കഴിയല്ലേ ഈ ഒരു ക്രൂവിനെ വിട്ട്, അപ്പൊ എന്തെങ്കിലും ഫീലിങ്സ് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമുക്ക് ഇറ്റ് ഹസ് ബിൻ നമ്മളെല്ലാവരും ഒരു ലൊക്കേഷനിൽ തന്നെ കുറേ നാൾ ഷൂട്ട് ചെയ്തൊരു പടമാണ്. അപ്പം അതിനുശേഷം വീണ്ടും കുറച്ച് നാൾക്ക് ശേഷം ഒരുമിച്ച് എല്ലാവരും വന്ന് ആ ലൊക്കേഷൻ അല്ലാത്ത സ്ഥലത്ത് തന്നെ എന്നാൽ അതേപോലെ തന്നെ കാണാനിരിക്കുന്ന എല്ലാവരും വന്ന് നിൽക്കുമ്പോൾ അതൊരു ഒരു വ്യത്യസ്തമായൊരു എൻവയൺമെന്റ് തന്നെ. കാരണം കുറച്ച് നാൾ ബ്രേക്ക് എടുത്ത് പിന്നെയാണ് നമ്മൾ ആക്ച്വലി ഇത് ഷൂട്ട് ചെയ്യുന്നത് ഇന്നത്തത്. അപ്പം അതുകൊണ്ട് അതൊരു ഒരു ഹാപ്പിനെസ് ആണ്. കുറേ നാൾക്ക് ശേഷം വീണ്ടും അവരെ കാണുന്നത്. ഇനിയിപ്പം അടുത്തത് കാണുന്നത് റിലീസിനായിരിക്കും. അങ്ങനെ ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. ഓക്കെ, അപ്പൊ എനിക്ക് ഒരുപാട് ഇപ്പൊ പടങ്ങൾ ഒരുപാടായി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാതൽ ചെയ്തിട്ട് ഒരു പ്രത്യേക ഒരു ഫെയിമാണ് അതിൽ നിന്ന് വന്നത്. അപ്പം ഓഡിയൻസിന്റെ റെസ്പോൺസും കാര്യങ്ങളും എങ്ങനെ ഉണ്ടായിരുന്നു അതിന് ശേഷം? എനിക്കത് കാതൽ ഹാസ് ചേഞ്ച്ഡ് മൈ ലൈഫ്. അത് ആ ഒരു വീക്കെൻഡ് കഴിഞ്ഞതോടുകൂടി എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കാതൽ ഒരു വലിയ സിനിമ ആയിരിക്കും എന്നത് ഞാൻ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം, മൈൽ സ്റ്റോൺ സിനിമ ആയിരിക്കും എന്ന്. പക്ഷെ അത് എനിക്ക് പേഴ്സണലി ഇത്രത്തോളം അതൊരു എന്താ പറയുക ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹം എനിക്ക് ആ ഒരു ക്യാരക്ടറിൽ നിന്നും കിട്ടുമെന്ന് ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. സോ ഫോർ മീ ഇറ്റ് വാസ് എ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ്. അപ്പൊ താനാരാ ഇത് റാഫി സാറ് സ്ക്രിപ്റ്റ് എഴുതുന്നു, അപ്പം ഇത്രയും ഒരാളുടെ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു ഭാഗ്യമാണ്. അപ്പം ഒരുപാട് നമ്മളായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കുറെ. അപ്പം ചേച്ചിയുടെ ഒരു എക്സ്പെക്ടേഷൻസും കാര്യങ്ങളും എന്താ? ഒന്ന് ഇത്രയും ഐക്കോണിക് ആയിട്ടുള്ള എന്നും നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരുപാട് സിനിമകൾ ക്രിയേറ്റ് ചെയ്ത ഒരു ക്രിയേറ്ററിന്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ റാഫി സാറിന്റെ സ്ക്രിപ്റ്റ് ഒന്ന് അത് പിന്നെ ഇതൊരു ഹ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓൺസോമ്പിൾ കോമഡിയാണ്. അപ്പോൾ അത്രത്തോളം ഓരോ സീനിലും ഇങ്ങനെ കടുക് പൊട്ടിത്തെറിക്കും പോലെയാണ് ആക്ച്വലി സീൻസ് എല്ലാം മുന്നോട്ട് പോകുന്നത്. അത് ഒരു ലൊക്കേഷനിൽ വെച്ച് ചെയ്യുന്ന ഒരു അപ്പം ഒന്ന് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൻ്റെ എല്ലാം നമുക്കിതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ഹരിദാസ് സാറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം കൂടെയുള്ള ഡയറക്ഷൻ ടീമിലുള്ള ബാക്കി എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആണ്. ഇതിൻ്റെ മ്യൂസിക് ആണെങ്കിലും കൊറിയോഗ്രാഫി ആണെങ്കിലും എല്ലാം ഒരു ലൊക്കേഷൻ എന്നുള്ള ഒരു കാര്യം ഒഴിച്ചാൽ ചിത്രം ആക്ച്വലി സമ്പന്നമാണ് ഇങ്ങനെ കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രസൻസോടുകൂടി. സോ അത് തന്നെ കാസ്റ്റ്, ഇപ്പോൾ ഷൈൻ ചേട്ടനാണെങ്കിലും അജയ് ചേട്ടനാണെങ്കിലും വിഷ്ണു ചേട്ടനാണെങ്കിലും ദീപ്തി, പിന്നെ സ്നേഹ, പിന്നെ ഞാൻ, അങ്ങനെ നമ്മൾ 6 പേരേ ഉള്ളൂ സിനിമയ്ക്കകത്തോടെ. പക്ഷേ ഈ പറയുന്ന റാഫി സാറിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് ആ പടത്തിൻ്റെ കാതൽ, അല്ലെങ്കിൽ അതിന്റെ കോർ എന്ന് പറയുന്ന സംഭവം ഈ ഒരു സംഭവം ഇത് തന്നെയാണ്. ചേച്ചി, താനാരാ മൂവി ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, പാക്കപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം കുറച്ച് കാലമായിട്ട് ഇങ്ങനെ നിങ്ങൾ 6 പേര് കൂടി നിന്നിട്ട് ചെയ്തെന്നൊരു വർക്കല്ലേ, അപ്പം ഇന്ന് പാക്കപ്പ് ആണ്, ഇന്ന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പം ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കുറെ നാളായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഈ വർഷം 2023 ഇറങ്ങും എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ എന്തായാലും 2024 ഇതെന്തായാലും ആൾക്കാർക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു സന്തോഷം ഒരുപാടുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും. അതെന്താ ഇപ്പോ ഡിലേ ആവാൻ കാരണം? കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് മാത്രം, അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ മൊത്തത്തില് എന്താ പറയുക എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഈ മൂവിയിൽ അഭിനയിച്ചിട്ട്? ആകെ ഞാൻ ഉണ്ടായിരുന്നത് 5-6 ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ 5-6 ദിവസത്തിൽ എനിക്ക് ലൊക്കേഷൻ എന്താ പറയുക നമ്മുടെ യൂണിറ്റും എല്ലാ ആൾക്കാരുമാണ് കൂടുതൽ. കാരണം എനിക്ക് ഫോൺ സീക്വൻസും കുറച്ച് അങ്ങനത്തെ സീക്വൻസ് ഒക്കെ ആയിരുന്നു. കാസ്റ്റായിട്ട് ഹോൾ കാസ്റ്റായിട്ട് എനിക്ക് കുറച്ച് സീക്വൻസേ ഉള്ളൂ. പക്ഷെ ആ കുറച്ച് സീക്വൻസ് പോലും എനിക്ക് ഭയങ്കര എന്താ പറയുക എക്സൈറ്റിംഗ് ആയിട്ടുള്ളതും എനിക്ക് ഭയങ്കര എൻജോയിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. എനിക്ക് നല്ലൊരു ഫ്രണ്ട്സിനൊക്കെ കിട്ടി. ക്യാരക്ടർ എന്താ ഈ മൂവിയിൽ? ആക്ച്വലി എന്റെ ക്യാരക്ടർ വിഷ്ണു ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ വൈഫിന്റെ ക്യാരക്ടറാണ്. വൈഫായിട്ടാണ്. അത്രേ എനിക്ക് കൂടുതലൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ, അപ്പം എങ്ങനെയുണ്ടായിരുന്നു വിഷ്ണു ചേട്ടനായിട്ടുള്ള കോമ്പോസ് കാര്യങ്ങളൊക്കെ? ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഐ മീൻ ആസ് എ കോ ആക്ടർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. എന്നെ ഒരുപാട് എന്താ പറയാ സീക്വൻസിൽ പുള്ളിക്കാരൻ്റെ ഒരു ഹെൽപ്പ് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. സോ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഓക്കെ, അപ്പം റാഫി സാറിന്റെ സ്ക്രിപ്റ്റിൽ ഉള്ള ഒരു പടം ഇപ്പം ഹരിദാസ് സാർ ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ, ഇത് എങ്ങനെയായിരിക്കും ഓഡിയൻസ് ഏറ്റെടുക്കാൻ പോണേ എന്നുള്ള കാര്യത്തിലൊക്കെ ഇതൊരു കോമഡി എന്റർടൈനർ ആയിട്ടുള്ള ഒരു മൂവിയാണ്. സോ ഐ തിങ്ക് നല്ലൊരു ഫാമിലി ഓഡിയൻസിന് ഇത് എന്തായാലും ഇഷ്ടപ്പെടും തന്നെയാണ് ഒരു എക്സ്പെക്ടേഷൻ. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷനിലാണ് മുമ്പോട്ട് പോകുന്നത്. ഞാൻ ഈ സെറ്റിൽ വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത് ഇവിടുത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. കാരണം നമുക്കറിയാം ഈ ജോജി ചേട്ടൻ വരെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് തിളങ്ങി വന്നത്. അപ്പം ഈ ഇവിടെ ഉള്ള ഒരു കൂട്ടം ആൾക്കാര് ഇനി ഭാവിയിൽ നമ്മൾ കാണാൻ പോകുന്ന വലിയ വലിയ ആൾക്കാരായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 6 പേര് മാത്രമല്ല, ഇവരും ഇതിന്റെ വലിയൊരു ഭാഗങ്ങളാണ്. സോ നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ചോദിച്ചറിയാം.
ഓക്കെ, അപ്പൊ താനാര മൂവിയില് അഭിനയിച്ചിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് എന്റെ കയ്യിലിപ്പോ കിട്ടിയിരിക്കുന്നത്. ഹായ് ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇപ്പൊ ഞാൻ ആരോടെ ചോദിക്കാന്ന് എനിക്കറിയില്ല. ഓക്കെ, എക്സ്പീരിയൻസ് പക്ക സൂപ്പറായിരുന്നു. ഞങ്ങൾക്ക് ഒരു കുറവുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ സപ്പോർട്ടിംഗ് ആയിട്ട് വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് ഇത്രയും പേരും. അപ്പോൾ ഇതിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? നല്ല അനുഭവമല്ലേ? അപ്പൊ ഞാൻ ഇതിപ്പോ മൊത്തം നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് ഇവരെ കൊണ്ടുവന്നാണ് നമ്മള് ഈ പടത്തിന്റെ. അപ്പോൾ ഇതൊരു വൻ വിജയമാവട്ടെ എന്നാണ് അല്ലേ? അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഹായ് ചേട്ടാ, എന്താണ് പേര്? പേര് പ്രവീൺ എന്നാണ്. പ്രവീൺ നെടവണ്ണപ്പാറ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, അപ്പം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അല്ലേ? അപ്പൊ പോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ ആക്ച്വലി ഇവിടെ? ഇതിനൊരു കൺട്രോളർ ഉണ്ട്, ഡിക്സൺ പുടുത്താസ്. ഡിക്സൺ ചേട്ടൻ്റെ കൂടെയാണ് വർഷങ്ങളായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഡിക്സൺ നമ്മളെ ഏൽപ്പിക്കുന്ന വർക്കുകളാണ് മൊത്തത്തിൽ ഒരു പ്രൊഡക്ഷൻ ഫുൾ കൺട്രോൾ ചെയ്യാം, A to Z. എന്താണോ നമ്മളൊരു പ്രൊഡ്യൂസറും ഡയറക്ടറും ആഗ്രഹിക്കുന്നത് നമ്മൾ മൊത്തം ചെയ്തു കൊടുക്കാണ് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനും കൺട്രോളറും ജോലി. സ്മൂത്തായി പോകുന്നു. ഈ വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി കോട്ടയത്തായിരുന്നു, ഒരു 10-50 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു ദിവസം ഷൂട്ടുള്ളൂ. ദിവസം ഈ പടം മൊത്തം തീരെയാണ്. താനാര എന്നാണ് പടത്തിന്റെ പേര്. നമസ്കാരം, എന്റെ പേര് എന്താണ്? എൻ്റെ പേര് ജയകുമാർ. എൻ്റെ പേര് ബിജു. അപ്പം ഈ പടത്തിൽ എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഈ പടത്തിൽ ഞങ്ങൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് ജയകുമാറും ബിജു. ഞങ്ങളുടെ മെയിൻ പ്രൊഡ്യൂസർ ബിജു മത്തായി. പുള്ളി ഖത്തറിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. പുള്ളി രണ്ടാമത്തെ ഫിലിമാണിത്. ആദ്യത്തെ മൂവി അത് നിലാവറിയാതെ എന്ന് പറഞ്ഞിട്ട് ബാലയ നായകനായിക്കൊണ്ടൊരു പടം ചെയ്തിട്ടുണ്ട്. ഈ ഞാൻ ചോദിക്കട്ടെ, ഈ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എമൗണ്ട് ഒക്കെ ആദ്യം കൊടുക്കാതെ അവർ ചോദിക്കുന്ന ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അങ്ങനെയാണോ ചെയ്യുക? അതെ, ആദ്യം നമ്മൾ അഡ്വാൻസ് കാര്യങ്ങൾ കൊടുക്കും. പക്ഷെ ഓരോ ദിവസം ഷൂട്ടിങ് കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും അതനുസരിച്ചിട്ട് പേയ്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ പേയ്മെന്റ് ചോദിക്കുമ്പോൾ എന്താ തോന്നാറുണ്ട്? വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചിലപ്പോൾ കൂടുതലായിട്ട് കാണുമ്പോൾ നമ്മൾ അത് നോക്കി അവരുമായിട്ട് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യും. അവർ സഹകരിക്കും, നമ്മൾ സഹകരിച്ചിട്ട് അകലെ ചെയ്യും. സിനിമ അവരെല്ലാവരെയും കൂടിയിട്ടുള്ള ഒരു സഹകരണമാണല്ലോ നല്ല സിനിമ ഇതാക്കുള്ളൂ. പിന്നെ ഇത് വൺഡേ ഫിലിംസിൻ്റെ ബാനറിൽ വരുന്ന താനാര എല്ലായിടത്തും നല്ലതായിട്ട് റീച്ച് ആയിട്ടുണ്ട്. പടം പോസ്റ്റർ ഇറങ്ങിയപ്പോഴും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോഴും ഒക്കെ നന്നായിട്ട് റീച്ച് വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പടം തിയേറ്ററിൽ വരുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അതിനെ പ്രേക്ഷകർ സ്വീകരിക്കുന്നത് നമുക്ക് നല്ല ഉറപ്പുണ്ട്. അതെ, ഹ്യൂമറിന് വളരെ പ്രാധാന്യമുണ്ട് ഈ പടത്തിന്. തുടക്കം മുതൽ തന്നെ റാബി സാറാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു ശൈലി ഇതിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഹായ് ചേട്ടാ, എന്താ പേര്? എൻ്റെ ഒരു ജോബി ആന്റണി. ഓക്കെ, അപ്പം ഈ പടത്തിൽ എന്താ പോസ്റ്റ്? ഞാൻ ഇതിനകത്ത് പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. പ്രൊഡക്ഷൻ, അപ്പം എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുകയാണ്. തലവേദന പിടിച്ചൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ട് സംഭവം? നല്ലത് തന്നെ. തലവേദന നേരത്തെ പറഞ്ഞ പോലെ തന്നെ തലവേദന അതിൻ്റെ രസം എല്ലാം ഉണ്ട്. അതെ, ഓക്കെ. അപ്പം ഈ ഇവർക്ക് ഇങ്ങനെ പൈസ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചേട്ടനല്ലേ ചെയ്യാൻ? അപ്പൊ ആ സമയത്ത് ഇവിടുന്ന് മുങ്ങാറൊക്കെ ഉണ്ടാത്ത അങ്ങനെ മുങ്ങിയാലും നമുക്ക് പൊങ്ങണം, എന്തായാലും പൊങ്ങേണ്ടി വരും. അതുകൊണ്ട് മുങ്ങലൊന്നുമില്ല, കാര്യങ്ങളൊക്കെ എല്ലാം. പക്ഷേ ഇത് വൺഡേ ഫിലിംസ് കമ്പനി നല്ല പക്ക കമ്പനിയാണ്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പം ഈ പടത്തിനെ പറ്റിയിട്ട് എന്തൊരു പ്രതീക്ഷ ഉള്ളത്? നല്ല പ്രതീക്ഷയാണ്. കാരണം അറിയില്ല, റാഫി സാർ ഹിറ്റുകളുടെ ഡയറക്ടർ, പിന്നെ വിഷ്ണു, ഷൈൻഡോൻ ചാക്കോ, ഹരിദാസ് ചേട്ടൻ, ആ ടീമുകളുടെ പടം നല്ല വിശ്വാസം തന്നെയാണ് തീർച്ചയായിട്ടും. മോഹൻ ചേട്ടനാണ് അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. മോഹൻ ചേട്ടനാണ് ഈ താനാര മൂവിയുടെ സ്റ്റിൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഗംഭീരം, അടിപൊളി. ചിരിച്ച് തല തകർന്നു പോകുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഇത്. ആദ്യം മുതൽ സിനിമ നമ്മുടെ ഷൂട്ടിംഗ് കാണുമ്പോഴേ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ മൂവി എന്ന് പറയാൻ പറ്റും. ഓരോരുത്തരും ക്യാരക്ടറൊക്കെ എങ്ങനെയുണ്ട് ആ മൂവിയിലെ? അതാ പറഞ്ഞു, ഓരോരുത്തരുടെയും ക്യാരക്ടർ വളരെ വ്യത്യസ്തമായ ക്യാരക്ടറാണ്. പക്ഷെ എല്ലാവരും ഭയങ്കര കണക്റ്റായിട്ട് നിൽക്കുന്ന ക്യാരക്ടറാണ്. അത് ഷൈൻ്റെ ആണെങ്കിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ആണെങ്കിൽ എല്ലാവരും വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്, പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മൂവി ആണ്. താനാര മൂവിയുടെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു. അതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളിലായിക്കോട്ടെ, ജൂനിയർ ആർട്ടിസ്റ്റ്, ഡയറക്ടർ, എല്ലാവരുടെ ഉള്ള വിശേഷങ്ങൾ നിങ്ങൾ അറിഞ്ഞു. അപ്പൊ എന്തായാലും നമുക്കൊരു നല്ല പടം തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി പുതിയൊരു പടത്തിന്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരും. അതുവരെ സ്റ്റേ ട്യൂൺ.